ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു 𝐁𝐔𝐋𝐿 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് അൺബോക്സിങ്ങും അതുപോലെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് OnePlusൻ്റെ പുതിയ ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് ആയിട്ടുള്ള OnePlus ബുള്ളറ്റ് വയർലെസ് Z2 മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലൂ കളറാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ സെറ്റപ്പ് ചെയ്യാനൊക്കെ പോകുന്നത്. അതുപോലെ തന്നെ നമ്മളിത് ഗീവ് അവേ കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റൂൾസ് അറിയാനായിട്ട് നമ്മുടെ വീഡിയോ ഫുൾ കാണാം. ഞാൻ ഇതിൻ്റെ ഇടയിൽ വെച്ച് പറയുന്നതാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ സിമ്പിളാണ്. അപ്പോൾ ഫുൾ കാണാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസം മുമ്പാണ് ശരിക്കും ആക്ച്വലി നമ്മൾ OnePlus ബുള്ളറ്റ് വയർലെസ് സെഡിൻ്റെ ബാസ് എഡീഷത്തിൻ്റെ മുമ്പത്തെ എഡീഷത്തിൻ്റെ അൺബോക്സിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി നമ്മളതൊരു ചെറിയൊരു പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മളിത് ഓൾറെഡി ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അറിയാം 99% സെയിം ആണ്. ബോക്സും അതും ഡിസൈനും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ശരിക്കും എനിക്കത് വലിയ ഇഷ്ടമായിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു 2 വർഷത്തിന് ശേഷം ഇറങ്ങുന്നൊരു മോഡലിൽ ഇത്രയും സിമിലാരിറ്റി വരുന്നതിൻ്റെ ഒരു സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ന് വെച്ചാൽ ബോക്സും അതുപോലെ തന്നെ നെക്ക് ബാൻഡ് ഡിസൈനായാലും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഫുള്ളി സെയിം ആണ്. ഇതിൽ ആകെ ഡിഫറൻസ് വന്നിരിക്കുന്നത് ഇവിടെ Z2 എന്ന് വന്നിട്ടുണ്ട്, മറ്റേ Z എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ നെക്ക് ബാൻഡ് സ്റ്റൈൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എക്സ്റ്റീരിയർ തീരെ ഒരു ചേഞ്ചും ഇല്ല എന്ന് പറയാം. മൈനർ ചെറിയ ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. ഇൻറ്റീരിയർ ആണ് ശരിക്കും നമുക്ക് കുറച്ച് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ സ്പെക്സ് കുറച്ച് ശേഷം മാറിയിട്ടുണ്ട്. അതുപോലെ AI നോയിസ് ക്യാൻസലേഷൻ വന്നിട്ടുണ്ട്. ഡ്രൈവർ സൈസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ശരിക്കും ആക്ച്വലി ഇത് പ്രൈസ് ഇതൊക്കെ ഒന്ന് സെയിം ആണ്. അപ്പോൾ പഴയതിനും പ്രൈസ് അവർ കുറച്ചിട്ടില്ല. 1999 തന്നെയാണ് ഇതിനും 1999 തന്നെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇത് വാങ്ങിച്ചാലാണ് ശരിക്കും നമുക്ക് കറക്റ്റായിട്ടുള്ള സൗണ്ടും അതുപോലെ നമുക്കിപ്പോൾ കുറച്ചും കൂടി ആപ്പ് സപ്പോർട്ട് നമ്മുടെ പുതിയ OnePlusൻ്റെ ഫോണിലായതുകൊണ്ട് തന്നെ നമുക്ക് Android 12 വന്നതിന് ശേഷം കുറച്ച് ആപ്പ് സപ്പോർട്ടും ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ടല്ലോ അതിനും പഴയതിനും മോഡലിനൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായിട്ട് നമ്മൾ ഏതാണ് നല്ലത്, Z2 ആണോ നല്ലത് ശരിക്കും Z1 ആണോ നല്ലതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് രണ്ടും സെയിം പ്രൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. പക്ഷേ കളർ വേരിയൻ്റ് നോക്കിക്കഴിഞ്ഞാൽ മറ്റേൽ ചെറുതായിട്ട് നമുക്കൊരു ഡുവൽ കളർ ടോണൊക്കെ ഉണ്ടായിരുന്നു, റെഡും ബ്ലാക്കും അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അത് ഫുള്ള് മാറ്റി ബ്ലാക്കും ബ്ലൂവും മാത്രമാക്കി. മറ്റേത് നമ്മൾ ഓൾറെഡി ബ്ലൂ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലൂ ആണ്. ഇതിൻ്റെ ബ്ലൂവിൻ്റെ പേര് ബീം ബ്ലൂ എന്നാണ് കേട്ടോ. MRP കൊടുക്കുന്നത് 2299 ആണ്. മാനുഫാക്ചറിങ് ചൈന തന്നെയാണ്, ഇമ്പോർട്ടഡ് സാധനം തന്നെയാണ്. മൊബിടെക് ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ശരിക്കും ഇമ്പോർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ ബോക്സ് ഫുള്ള് പരിശോധിച്ചിട്ട് ഫുൾ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ചാനൽ പുതിയൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമെന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ആമസോണിൻ്റെ സ്റ്റോർ നമ്മൾ തുടങ്ങിയതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഡിസ്ക്രിപ്ഷനൊക്കെ ചെയ്ത് നമുക്ക് കിട്ടും. നമ്മൾ എന്താ പറയുക, നമുക്ക് ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും അതുപോലെ ടോപ്പ് ഫൈവ് കാറ്റഗറിയിൽ അതിൻ്റെ നമ്മളൊരു ഹോം പേജ് പോലെ നമ്മുടെ ചാനലിലെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് സാധനങ്ങൾ വേഗം പർച്ചേസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനത്തെ ഒരു ടോപ്പ് 5 എല്ലാം ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സാധനങ്ങൾ പെട്ടെന്ന് ടൈം സെർച്ച് ചെയ്ത് നോക്കാണ്ടൊക്കെ തന്നെ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ആമസോൺ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് നോക്കി കഴിഞ്ഞാൽ എന്തായാലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതുപോലെ നമ്മുടെ ഗീവ് അവേയുടെ ഫുൾ റൂൾസ് നമ്മൾ ഇടയിൽ വെച്ച് പറയുന്നതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക അൺബോക്സിങ് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ OnePlusൻ്റെ ബുള്ളറ്റ് വയർലെസ് Z2ൻ്റെ ബോക്സ് നമ്മളിപ്പോൾ കാണുന്നത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഒരു ഡിഫറൻസ് ഇല്ല നമ്മുടെ പഴയ മോഡലായിട്ട്. അപ്പോൾ ബോക്സ് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ OnePlusൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്, മോഡൽ നമ്പറായിട്ടുള്ള OnePlus ബുള്ളറ്റ് വയർലെസ് Z2ന് കൊടുത്തിട്ടുണ്ട്. സെയിം നമ്മുടെ പോലത്തെ ഒരു പടം ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ബാക്കിലായിട്ട് ഫ്യൂൽ യുവർ മ്യൂസിക്കിനായിട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടിയിലായിട്ട് OnePlus ബുള്ളറ്റ് വയർലെസ് Z2 ബീം ബ്ലൂ കളറാണിത്. MRP കൊടുത്തിരിക്കുന്നത് 2299 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കൂടെ ആണെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വായിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് അൺബോക്സിങ് ചെയ്യാൻ ഓൾറെഡി നമ്മൾ അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടായിരുന്നു ഇതിൻ്റെ മുകളിൽ. നമ്മളത് ഓൾറെഡി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ പുറത്തേക്ക് തള്ളുക വേണ്ടു. അപ്പോൾ അങ്ങനത്തെ മോഡൽ തന്നെയാണ്. സെയിം ആണ്, ഞാൻ പറഞ്ഞല്ലോ. നല്ല ടൈറ്റാണ് ഇതിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഉന്തി പുറത്തേക്ക് എടുക്കേണ്ടി വരും. നല്ല ടൈറ്റാണ് കേട്ടോ. ഓക്കെ, നമ്മൾ എടുത്തിട്ടുണ്ട്. മറ്റേ നമ്മുടെ പഴയ മോഡലിലായിട്ടൊരു ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ മോഡലിൽ നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇതിൻ്റെ മുകളിലൊരു ബുക്ക്ലെറ്റ് പോലെ സംഭവമായിരുന്നു. ഈ എന്താ പറയുക, ഈ ഇയർബഡ്സ് ശരിക്കും നമ്മുടെ ബാക്കിലായിരുന്നു. അത് ചെറുതായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മുകളിൽ കാണുന്നത് നമ്മുടെ നെക്ക് ബാൻഡ് തന്നെയാണ്. അപ്പോൾ ബ്ലൂ കളറിലാണ്, ഒരു അത്യാവശ്യം മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ബ്ലൂ കളർ തന്നെയാണ്. കുഴപ്പമില്ല. നമ്മളത് ഓൾമോസ്റ്റ് എനിക്ക് പഴയ അതേ സെയിം തന്നെയാണ്. നമ്മളിതും പഴയ Z ബാസ് എഡീഷന് നമ്മൾ ബ്ലൂ കളറിനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു വ്യത്യാസം എനിക്ക് കാണാനില്ല, സെയിം തന്നെയാണ്. പിന്നെ ബോക്സ് കണ്ടിട്ട് നോക്കി കഴിഞ്ഞാൽ ഉള്ളിൽ ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയിട്ട് വേറെ ഒന്നുമില്ല. ചാർജ് ഫോർ 10 മിനിറ്റ്സ്, പിന്നെ എൻജോയ് ഫോർ 20 അവർ എന്ന് വേണ്ടിയിട്ടൊരു ബുക്ക് തന്നിട്ടുണ്ട്. ഇതിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് തുറന്ന് നോക്കിയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന്. നമുക്കൊരു ബുക്ക്ലെറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ യൂസർ ഗൈഡ് ഡിഫറൻസ് ഒന്നുമില്ല.
ഓട്ടെ. പിന്നെ നമുക്കൊരു കേബിൾ ഉണ്ടായിരിക്കും വേണമെങ്കിൽ. നമുക്കൊരു എന്താ പറയുക ഇയർബഡ് എക്സ്ട്രാ തന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കേബിൾ, നമ്മുടെ റെഡ് കളർ കേബിൾ, അതുപോലെ തന്നെ അവരുടെ നമ്മുടെ റെഡ് കേബിൾ ക്ലബിൻ്റെ കാർഡ് തന്നിട്ടുണ്ട്. ഇതവരെല്ലാത്തിനും കൂടി തരുന്നുണ്ട് ഈ റെഡ് കേബിൾ ക്ലബ് കാർഡ്. നമുക്ക് എന്തായാലും ഈ സാധനം ആവശ്യമില്ല, നമ്മുടെ ഫോണിൻ്റെ ചാർജറുണ്ട്. എന്തായാലും ചെറുതായിട്ട് നമുക്ക് ചാർജിങ് ഇപ്പോൾ ഉണ്ടായിരിക്കും വിചാരിക്കുന്നു. അതുപോലെ നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ നെക്ക് ബാൻഡ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഗീവ് എവേയുടെ നമ്മുടെ ഡീറ്റെയിൽസ് പറയാം. ഗീവ് എവേ നമ്മൾ ആക്കാൻ പോകുന്നത് ആക്ച്വലി ഒരു 20 അല്ല, നമ്മുടെ എന്താ പറയുക 2000 വ്യൂ ആയി കഴിഞ്ഞാൽ നമ്മൾ ഗീവ് എവേ ഡിക്ലെയർ ചെയ്യും. നമ്മളെന്തായാലും ഇതിൻ്റെ റൂളായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 2000 വ്യൂ, അതുപോലെ തന്നെ 200 ലൈക്സ്. നമ്മൾ ഭയങ്കര കുറവാണ് വെക്കാനായിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ഗീവ് എവേക്ക് കൊടുക്കാൻ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 2000 വ്യൂ വെക്കുന്നത്. അപ്പോൾ 2000 വ്യൂ, അതുപോലെ തന്നെ 200 ലൈക്സ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഗീവ് എവേ ഡിക്ലെയർ ചെയ്തിട്ട് നമ്മൾ സംഭവം സെലക്ട് ചെയ്യുന്നത് റാൻഡം ആയിട്ടുള്ള നമ്മുടെ കമൻറ്റ് പിക്കർ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മുടെ ഇൻസ്റ്റാഗ്രാമും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ നമ്മളൊരു പേജ് തുടങ്ങിയിട്ടുണ്ടാകും, അതും ഫോളോ ചെയ്യണം. അത് ആക്ച്വലി ഇതിൻ്റെ 3 ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഫോളോ ചെയ്യാണ്ട് വേറെ എക്സ്ട്രാ നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ നല്ലൊരു കമൻറ്റ് ഈ നമ്മുടെ ഈ OnePlusൻ്റെ ബുള്ളറ്റ് വയർലെസ് Z2നെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ്, ഇപ്പോൾ നെഗറ്റീവായാലും കുഴപ്പമില്ല, പോസിറ്റീവായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് ചെയ്താൽ മതി നമ്മുടെ ഈ വീഡിയോയുടെ താഴെയിട്ടാണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കമൻറ്റ് നമുക്ക് റാൻഡം പിക്കർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഗീവ് എവേ റൂൾസ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ ഞാൻ എന്തായാലും അതിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ബോക്സ് ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മളിത് ആക്ച്വലി നമുക്കിത് തിരിച്ചയക്കാനുള്ള ബോക്സ് നമ്മൾ വാങ്ങിച്ചല്ല, നമ്മൾ ഗീവ് എവേക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ എക്സ്ട്രാ വാങ്ങിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് ലൈക്സൊക്കെ നമ്മൾ വലിയ കൂട്ടിയിട്ടൊന്നുമില്ല, വ്യൂസും വലിയ കൂടുതലൊന്നും. നമ്മൾ ഓൾറെഡി നമുക്ക് 4000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്, 4000-ന് കൂടുതൽ സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. അപ്പോൾ 2000 വ്യൂ വലിയ പാടൊന്നുമില്ല കേട്ടോ ആക്ച്വലി. അപ്പോൾ ഭയങ്കര ഓവറായിട്ടൊന്നും നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് എടുക്കാം. നിങ്ങൾക്ക് അറിയായിരിക്കും ഇത് ഓൾറെഡി നമ്മുടെ ഈ മാഗ്നറ്റിക് ഇതുള്ളതാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം. ഫസ്റ്റ് എനിക്ക് ഇവരുടെ OnePlusൻ്റെ ഒരു ഇഷ്ടമായെന്ന് വെച്ചാൽ ഈ നെക്ക് ബാൻഡ് ഉള്ളൂ, ഭയങ്കര ലൈറ്റാണ്. നമുക്ക് മടക്കി ചുരുട്ടി നമ്മുടെ പോക്കറ്റിലേക്ക് കുത്തി കയറ്റി വയ്ക്കാം. എന്ന് വെച്ചാൽ ഈ ഭയങ്കര മൊബിലിറ്റി ഭയങ്കര സുഖമാണ്, കൊണ്ടുപോകാൻ ഭയങ്കര സുഖമാണ്. അതുപോലെ ഈ ഒപ്പോൻ്റെ M32 ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഇങ്ങനെ പറ്റില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഇവിടെ ഈ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല ഹാർഡ് മാത്രമല്ല തിക്നെസ്സും കൂടുതലാണ്. അതിനില്ല. പിന്നെ ഇവിടെ നമുക്ക് റെഡ് കളർ ഡീസൻറ്റ് വരുന്നുണ്ട്. നമുക്ക് സ്വിച്ചിൻ്റെ ഇവിടെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ, അതുപോലെ വോളിയം കൂട്ടാനും വോളിയം കുറയ്ക്കാനും കോൾ എടുക്കാനുള്ളൊരു ഇതുണ്ട്. പിന്നെ നമുക്കിവിടെ ചെറിയ ഇൻഡിക്കേറ്റർ ഉണ്ട് LED-യുടെ. പിന്നെ നമുക്ക് ഈ ടാഗ് ഉണ്ട്. ഈ ടാഗ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടാകും, നമ്മൾ എടുത്ത് കളയരുതിട്ട്. ഈ ടാഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ടാഗ് എടുത്ത് കളയാണ്ടിരിക്കാൻ നോക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ടാപ്പും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് എല്ലാം കൺട്രോൾ ഇതിൽ തന്നെയാണ് വരുന്നത്. നമുക്കത് എന്തായാലും നമുക്ക് സെറ്റപ്പ് ചെയ്യാം എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ OnePlus ഫോണിൽ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോണിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതയച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ബ്ലൂടൂത്തിലേക്ക് പോകാം. ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഈ സാധനത്തിൽ നിന്ന് എടുത്താൽ തന്നെ ഇത് ഓൺ ആവുക. അപ്പോൾ അതിൻ്റെ സ്വിച്ച് അങ്ങനെയാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റുന്നതായിരിക്കും, വൈറ്റായിട്ട് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്കവറബിൾ ആയതാണ് അർത്ഥം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അവൈലബിൾ ഡിവൈസിൽ നോക്കാം. അതാ വന്നിട്ടുണ്ട്. നമ്മുടെ ബ്ലാക്ക് കളറാണ് ഇതിൽ പടം വന്നേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല, ബ്ലാക്ക് കളറാണ് വന്നേക്കുന്നത്. OnePlus ബുള്ളറ്റ് വയർലെസ് സെറ്റ്. അത് നമ്മൾ ഓൾറെഡി ബ്ലാക്ക് കളറിൻ്റെ തീം അട്ടയ്ക്കുന്നത് കൊണ്ട് തന്നെ ആ പടം കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കണക്ട് കൊടുക്കാം. അപ്പോൾ കണക്റ്റിംഗ് വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവേണ്ടതാണ്, പക്ഷേ എന്തായാലും കണക്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണക്റ്റഡ് OnePlus Z2 വന്നിട്ടുണ്ട്. 80% ചാർജിലുണ്ട്. ഡൺ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സെറ്റിങ്സിൽ കയറി നോക്കി നോക്കാം. AC സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഹൈ ക്വാളിറ്റി ഓഡിയോ സപ്പോർട്ട് ഉണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കി നോക്കാം. ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിവൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കോൺടാക്ട് ഷെയറിംഗ്, ഹൈ ക്വാളിറ്റി ഇയർബഡ് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. ഇയർബഡ് ഫംഗ്ഷൻസിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫേംവെയർ അപ്ഡേറ്റ് വരുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. നമുക്ക് അതിൻ്റെ പടം കാണിക്കുന്നുണ്ട്, കണക്റ്റഡും കാണിക്കുന്നുണ്ട്, ഫേംവെയർ വേർഷൻ 1.0 കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡിസ്കണക്റ്റ് ഓപ്ഷനാണ്. വേറെ എക്സ്ട്രാ ഫീച്ചേഴ്സൊന്നുമില്ല. ഇയർബഡ് ഫംഗ്ഷനിൽ അത്ര തന്നെ ഉള്ളൂ, അവിടെ വേറെ ഒന്നുമില്ല. നമുക്ക് എന്തായാലും ഹൈ ഓഡിയോ കോഡൊക്കെ ഓൺ തന്നെയാണ്. കോൺടാക്ട് ഷെയറിംഗ് വേണമെങ്കിൽ നമുക്ക് ഓണാക്കി വയ്ക്കാം, അത്രേ ഉള്ളൂ. വേറെ എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇയർഫോൺ ഒന്ന് വെച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വെച്ച് നോക്കാം.
ഇതിൽ പേഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ഓണാക്കിയിട്ട് നമ്മളിത് നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിൻ്റെ വിരലൊക്കെ നമുക്ക് മാഗ്നറ്റിക് ഉള്ളതാണ്. അപ്പോൾ മാഗ്നറ്റിക് ഓൺ ആയി കഴിഞ്ഞാൽ ഓഫാവും, മാഗ്നറ്റിക് ഊരി കഴിഞ്ഞാൽ ഓണാവും. അപ്പോൾ അത് പെയറിംഗ് സ്പീഡൊക്കെ ഭയങ്കര ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ റിവ്യൂ ചെയ്യാം. നമുക്ക് എന്തായാലും പുതിയൊരു പറഞ്ഞ പ്രൊഡക്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തായാലും സൗണ്ട് ക്വാളിറ്റി നോക്കി നോക്കാം. നമ്മുടെ റൈറ്റ് എവിടെ? പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, ഇതിൽ റൈറ്റും ലെഫ്റ്റും ഒന്നും മെൻഷൻഡ് അല്ല. അതൊരു മറന്നു പോയതാണോ എന്നറിയില്ല. നമുക്കെന്തായാലും വെച്ച് നോക്കാം. വേണ്ട, തലതിരിഞ്ഞു പോയി ഇവരെ എഴുതാത്ത കാരണം. മൈക്ക് തന്നെ നമുക്കൊരു മൈക്ക് ഇൻബിൽഡ് മുകളിലൊരു മൈക്ക് സപ്പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റെമ്മിൻ്റെ അവിടെ മൈക്ക് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറയാൻ വന്നു നമുക്ക് ഇതിൻ്റെ ബ്രാൻഡിങ് ആ പഴയ മോഡൽ തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. ഇവിടെ നമുക്ക് ONEPLUSൻ്റെ ബ്രാൻഡിങ് വന്നിട്ടുണ്ട്. സ്വിച്ചിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് മൈക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെയിം തന്നെയാണ്. പിന്നെ നമ്മുടെ മൈക്രോ അല്ല സോറി ടൈപ്പ് സി കേബിളിൻ്റെ പോർട്ടും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് വെച്ചോക്കട്ടെ. ഓക്കെ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് എനിക്ക് ONEPLUSൻ്റെ, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഈ സാധനം. ശരിക്കും എൻ്റെ സ്റ്റെമ്മ് ഭയങ്കര ലൈറ്റ് ആണ്. നമുക്ക് വെക്കുമ്പോൾ തന്നെ ഒരു വാക്വം പോലെ വരുന്നുണ്ട്. ഞാൻ എന്തായാലും പാട്ട് കേട്ടോക്കട്ടെ. ഫസ്റ്റ് എക്സ്പ്രഷൻ ഞാൻ നോക്കാം നമുക്ക്. ഇവിടെ ഓക്കെ, നമ്മളെന്തായാലും പാട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പാട്ട് പുറത്തേക്ക് വെക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും മൈക്കിൽ ചെറുതായിട്ട് കാണിച്ചു തരാം. നമുക്ക് ലേറ്റസ്റ്റ് ഏതെങ്കിലും പാട്ട് വെച്ച് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്കൊരു 50% ഇതാണ് വരണേ കേട്ടോ. സൗണ്ട് ഒന്ന് കൂട്ടിയാവട്ടെ. ഭയങ്കര ബാസിയല്ല, പക്ഷേ ബാസ് അഡിഷനെ പോലെ ബാസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ കുറേ റിവ്യൂസിൽ പറഞ്ഞു ഭയങ്കര ബാസാണെന്ന് പറഞ്ഞു, പക്ഷേ ഭയങ്കര ബാസ് അല്ല കേട്ടോ. നല്ല മിഡൊക്കെ അത്യാവശ്യം ക്ലിയർ തന്നെയാണ്, വോക്കൽസും ക്ലിയർ തന്നെയാണ്. നമ്മളിപ്പോൾ കേൾക്കുന്ന ഇതാണ്. വോയിസ് ക്ലിയർ തന്നെയാണ് കേട്ടോ. വോയിസ് ക്ലിയർ അല്ലാന്ന് എനിക്ക് എന്തുകൊണ്ട് ആൾക്കാർ പറഞ്ഞാൽ മനസ്സിലായില്ല. നമുക്ക് വേറൊരു പാട്ട് നോക്കി നോക്കാം. ഒരു മലയാളം പാട്ട് നമുക്ക് നോക്കി നോക്കാം. പഴയ ഒരു പാട്ട് നമ്മുടെ പഴയ ഒരു പാട്ട് നമ്മൾ കേട്ട് നോക്കുകയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഭയങ്കര ബാസ് ബൂസ്റ്റിംഗ് ഒന്നും എനിക്ക് തോന്നുന്നില്ല ബാസ് ബൂസ്റ്റിംഗ് ഉള്ളത്. വോക്കൽസും മിഡ്സൊക്കെ നല്ല ക്ലിയർ തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ല ക്ലിയർ ആണ്, വോക്കൽസ് നല്ല ക്ലിയർ ആണ്. ക്ലാസിക് ടൈപ്പും കുഴപ്പമൊന്നുമില്ല കേൾക്കാൻ, നല്ല രസമുണ്ട് കേൾക്കാൻ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ കേട്ടോണ്ടിരിക്കുന്നതാണ്. നമ്മുടെ പഴയ ഒരു യേശുദാസ് പാടിയ പാട്ടാണ്. നല്ല സൂപ്പർ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഒരു ബാസിന് ഒരു തമ്പ് വരുന്നുണ്ട്, അത് ചെറുതായിട്ട് ബൂസ്റ്റ് ഉണ്ട്. അതുവരെ പഴയ മോഡലും ഉണ്ടായിരുന്നു. വേർക്കും നമ്മൾ നല്ല ചൂടാണ്. മഴ പെയ്തിട്ടും ഇന്നും മഴയൊന്നും പെയ്തിട്ടില്ല. അപ്പോൾ ഇന്നലെ മഴ പെയ്ത പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളെന്തായാലും ഇത് നമുക്ക് എന്തായാലും തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പം എന്തായാലും നമ്മളെ ഗീവ്-അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെന്തായാലും പുതിയൊരു സാധനം വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ പ്ലാൻ ഉള്ളത്. നമ്മളെന്തായാലും പുതിയത് ഓർഡർ ചെയ്തിട്ട് ഇതാവുമ്പോൾ അങ്ങനെ കൊടുക്കാനാണ് പ്ലാൻ. എന്താ വെച്ചാൽ നമ്മളിത് വാങ്ങിച്ചേക്കുന്നതല്ല, നമുക്ക് എന്തായാലും തിരിച്ചു കൊടുക്കണത്. അപ്പോൾ എനിക്ക് ഒരു ഓവറോൾ നോക്കി പറഞ്ഞാൽ എനിക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വലിയ ഡിഫറൻസ് തോന്നിയില്ല കേട്ടോ. സെഡും Z2 ആയിട്ടും സെഡിൻ്റെ ബാസ് എഡീഷനായിട്ട് ഓൾമോസ്റ്റ് ഒരു സിമിലർ ആയിട്ട് എനിക്ക് തോന്നിയത്. നമ്മുടെ ബാസ് ചെറുതായിട്ടൊക്കെ ബൂസ്റ്റിംഗ് ഉണ്ട്. നമുക്കൊരു തമ്പിങ് വരുന്നുണ്ട്, ഇങ്ങനെ ബുംബും എന്നല്ലേ അതൊരു വരുന്നുണ്ട്. പക്ഷേ വോക്കൽസിനെ ഒന്നും കവർ ചെയ്തിട്ട് പോകണം അത്രയ്ക്കൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ വേറെ കുറേ ബഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ്. എന്താ ചെയ്യുക, TWS ആയാലും ONEPLUSൻ്റെ തന്നെ TWS ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ സഹനേസറിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്, സോണിയുടെ ഉപയോഗിക്കുന്നുണ്ട്, റിയൽമിയുടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഈ ഭയങ്കര ബോറൊന്നും പറയില്ല, നല്ല സാധനം തന്നെയാണ്. 1999 ശരിക്കും ഒരു ബെസ്റ്റ് ബൈ സാധനം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം. അപ്പോൾ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്കിത് ആക്ച്വലി ഇതിപ്പോൾ എന്താ പറയുക, ബ്ലൂ കളർ കുറച്ച് അവൈലബിലിറ്റി കാണിക്കില്ല ചിലപ്പോൾ. ബ്ലാക്ക് ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൂ കളർ എന്തായാലും ഞാൻ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ എന്തായാലും നമുക്ക് കൊടുക്കാം. രണ്ട് ഓരോ ലിങ്ക് തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും ആമസോണിലൊക്കെ നമുക്ക് ബ്ലാക്ക് ആണ് അവൈലബിൾ കാണിക്കുന്നത്. ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും ബ്ലാക്ക് ആണ് അവൈലബിൾ കാണിക്കുന്നുണ്ട്. ബ്ലൂ വന്നോ ഞാൻ പിന്നെ നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്കൗട്ട് നോക്കിയോക്കാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിലൊരു ഓവറോൾ പക്ഷേ Z ആയിട്ട് ഓൾമോസ്റ്റ് എനിക്ക് സിമിലർ ആയിട്ട് തോന്നിയത്. പക്ഷേ M2നായിട്ടും നമ്മുടെ M13നായിട്ടും ഓൾമോസ്റ്റ് കുഴപ്പമില്ലാണ്ട്
ഒരു സൗണ്ട് ക്വാളിറ്റി സിഗ്നേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ M32 ആയിട്ട് നമ്മുടെ ഒപ്പോൻ്റെ M32 ആയിട്ട് M30 വരുന്ന 1799 ശരിക്കും പ്രൈസ് വരുന്നത്. അത് വെച്ചായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 2-3% കൂടുതൽ ക്വാളിറ്റി ഇതുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവരുടെ ഈ ബാൻഡാണ്. ബാൻഡ് ഭയങ്കര ഒരു കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ നെക്ക് ബാൻഡ് അല്ല, ഈ ഇയർഫോൺ സ്റ്റെമ്മും നമ്മുടെ കംഫർട്ടബിൾ തന്നെയാണ് കേട്ടോ ശരിക്കും. ഇതിൻ്റെ ഇവിടെ വരെ മാഗ്നറ്റ് പിടിക്കുന്നുണ്ട്, അത്രയ്ക്ക് മാഗ്നറ്റ് പറയും. ഇവിടെ മാത്രമല്ല പിടിക്കുന്നത്, മാഗ്നറ്റ് ഭയങ്കര പവർഫുൾ ആണ്. എന്താ വെച്ചാൽ ഊരിപ്പോരണമൊന്നുമില്ല. ഇതിൻ്റെ ഈ സ്റ്റെമ്മാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്റ്റെമ്മല്ല ആക്ച്വലി, ഇതിൻ്റെ ബാൻഡ് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ മടക്കി ഉപയോഗിക്കാം. M32 അങ്ങനെ പറ്റില്ല, ഇതിൻ്റെ അത്ര സ്ലിമ്മും അല്ല, കുറച്ച് ഹാർഡുമാണ്. പിന്നെ ഇത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ചാർജിങ് വരുന്ന ഒരു നെക്ക് ബാൻഡ് ആണ്. അതും കൂടി ഒരു പ്രത്യേകത ഉണ്ട്. ഫാസ്റ്റ് ചാർജിങ് വരുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ചാർജ് ആവുന്ന ഒരു നെക്ക് ബാൻഡ് ഇതുവരെ. അപ്പോൾ ഇത് കഴിഞ്ഞാലും ചിലപ്പോൾ പുതിയതൊക്കെ ഇറങ്ങും ഫാസ്റ്റ് ചാർജിങ് ഒക്കെ. ഇതുവരെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് വരുന്നൊരു ഇത് എനിക്കൊരു ഇഷ്ടപ്പെടാത്തൊരു കോൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ലുക്ക് തന്നെയാണ്. പഴയതിൻ്റെ അതേ ലുക്ക് വെച്ചത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ പുതിയതായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളതൊരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗീവേയിൽ പങ്കെടുക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിലേക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗീവയുടെ റൂൾസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.